ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട്, എൻ്റെ കുട്ടികളോട്, എൻ്റെ മകളോടും. എൻ്റെ മകൾക്ക് പ്രത്യേകിച്ച് ഈ ജാതിയുടെ മതത്തിനെ കുറിച്ചൊന്നും ഒട്ടും അവെയറല്ല. കോളേജിലെ കുട്ടികളോട് എനിക്ക് അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാറില്ല. കാരണം അവർ മറ്റൊരു പാരൻസിൻ്റെ മക്കളാണ് അല്ലേ. പക്ഷേ എൻ്റെ മകൾക്ക് ഈ ട്രഡീഷണലായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഞാൻ തലമണ്ടയിൽ ഇമ്പോസ് ചെയ്യാറില്ല. പക്ഷേ അവളോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, കർമ്മമാണ് ഈശ്വരൻ, മനുഷ്യത്വമാണ് മതം. ഇതെൻ്റെ ക്ലിനിക്കാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ യേശുദേവനുണ്ട്, എൻ്റെ മുന്നിൽ ഗണപതി ഭഗവാനുണ്ട്. ഇവരൊക്കെ എനിക്കൊരു സ്ട്രെങ്ത്താണ്. അപ്പം ഞാൻ എൻ്റെ ജാതി മതം നോക്കിയിട്ടല്ല ഞാൻ ഏത് പിക്ചർ വെക്കണം എന്ന്. എൻ്റെ ഫ്ലാറ്റിൽ മാതാവുണ്ട്, അവിടെയുണ്ട് മഹാവിഷ്ണു. എനിക്ക് ഇഷ്ടപ്പെടുന്ന വിഗ്രഹങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കും. എന്താണെന്നറിയത്തില്ല, എനിക്ക് ഈ ഒരു പിക്ചറിനോട് ഭയങ്കര ഒരു അടുപ്പമാണ്. പിന്നെ ക്ഷേത്രങ്ങളാണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും അമ്മ ഫീൽ വരാറുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തല്ലാട്ട് എപ്പോഴും എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് കർമ്മമാണ് ഈശ്വരൻ എന്നുള്ളത് തന്നെയാണ്. ഞാൻ ഓവർ തിങ്കിങ്ങിൻ്റെ ആളാണ്. പക്ഷേ ആ ഓവർ തിങ്കിങ് നിറച്ചും പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. എൻ്റെ മൊബൈല് ശബ്ദിച്ചു, അതും രസകരമായിട്ടൊരു ഞാനിപ്പോൾ ചിന്തിക്കാറ്. പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നമ്മൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പല്ലി ചലിക്കും, ഇപ്പം മൊബൈലിൽ ചലിക്കും. ഞാൻ ഓവർ തിങ്കിങ്ങിൻ്റെ ആളാണ്. പക്ഷെ അത് പ്രാക്ടിക്കൽ തിങ്കിങ് ആണ്. കാരണം ഇത് ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ചെയ്താൽ എങ്ങനെയായിരിക്കും. ഞാൻ ഡിവോഴ്സിൻ്റെ കാര്യം ആ ടൈമിലാണ് എന്നെ എല്ലാവരും ഫൂളെന്ന് വിളിച്ചത് കൂടുതലും. കാരണം ഈ എലിമണി, വഴക്ക്, തേങ്ങ, മാങ്ങ. പക്ഷേ എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ നടന്നു പോകുന്ന വഴിയാണ് കറക്റ്റ് എന്ന്. ഭയങ്കര കോൺഫിഡൻസാണ്. ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് തെറ്റിയേക്കും, കറക്റ്റായിട്ട് ഇടയ്ക്കൊന്നും തെറ്റിയേക്കും. എന്നാലും ലക്ഷ്യസ്ഥാനത്ത് ഞാൻ എത്തും. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. അപ്പോൾ എൻ്റെ മോൾക്ക് പല കാര്യങ്ങളും അവളിങ്ങനെ ചോദിക്കും, അമ്മ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ, ഇതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും നല്ലത് കൊച്ചിൻ്റെ തലയിലോട്ട് നെഗറ്റീവ്സും എൻ്റെ ചിന്തകൾ ഞാൻ അവളുടെ തലയിലോട്ട് അടിച്ചേൽപ്പിച്ചിട്ടില്ല. ഒരുപക്ഷെ ഞാൻ അവളോട് ചെയ്ത ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവളെ മോൾഡ് ചെയ്തിട്ടില്ല. ഞാൻ അവളെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവളെ മോൾഡ് ചെയ്തിട്ടില്ല. അവൾ തന്നെത്താനാണ് മോൾഡായത്. അവളുടെ പേഴ്സണാലിറ്റി നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അവൾക്ക് തന്നെയാണ്. അവളുടെ നെഗറ്റീവ്സ് നാളെ എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചാൽ ഞാൻ അവളെ താങ്ങും. പക്ഷേ ആ ഒരു ഉറപ്പ് ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാ മാതാപിതാക്കളോടും കൂടിയാണ്. നമ്മളവരെ മോൾഡ് ചെയ്യാൻ നിൽക്കേണ്ട. അവർ വീണാവുന്ന താങ്ങിയാൽ മാത്രം മതി. നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇത്രയേ ഉള്ളൂ. മനുഷ്യത്വമാണ് ഏറ്റവും നല്ല മതം, കർമ്മമാണ് ഈശ്വരൻ. പിന്നെ ഇതിങ്ങനെ നമുക്കൊരു ശക്തി വേണം, നമ്മുടെ മുന്നിലൊരു രൂപം വേണം, മനസ്സിൽ കണ്ണടയ്ക്കുമ്പോൾ ഒരു രൂപം വേണം. അതിന് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ കൊല്ലത്തോട്ടൊക്കെ പോകുന്നവർക്ക് അവിടെ ഒരു മുസ്ലിം പള്ളിയുണ്ട്, അവിടെ ഞാൻ ഇറങ്ങാറുണ്ട്. എനിക്ക് ആ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് വരുത്തും. അപ്പോൾ ഇതിലേത് ഭഗവാനാണ് എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു പൊട്ടിക്കാളി ഇവിടെ ഇങ്ങനെ നിൽക്കില്ല. ഈ ഒരു പൊട്ടിക്കാളി അമ്മ എങ്ങനെ എൻ്റെ മോളെ മോൾഡ് ചെയ്യും? അവൾ തന്നെ മോൾഡ് ചെയ്ത് വരട്ടെ എന്നതാണ് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപകാരവും ഏറ്റവും നല്ല സ്വാതന്ത്ര്യവും.